നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായി ഇടിയുകയും IT സെക്ടറിൽ തന്നെ ഒരു സ്ട്രക്ചറൽ മെൽഡൗൺ വന്ന് IT ഇൻഡെക്സ് തന്നെ ഒരു ബിയറിഷ് ടെറിട്ടറിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതിന് പിന്നിലെ പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ വന്ന ഒരു വിപ്ലവകരമായ മാറ്റം IT ഇൻഡസ്ട്രീസിനെ എങ്ങനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആശങ്ക മൂലമാണ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല പ്രകടമായത്. കഴിഞ്ഞ ദിവസത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ, പ്രത്യേകിച്ചും ജപ്പാൻ്റെ മാർക്കറ്റിൻ്റെയും ചൈനയുടെ മാർക്കറ്റിൻ്റെയും ഒക്കെ പെർഫോമൻസ് നോക്കിയാൽ ഇക്കാര്യം നമ്മൾക്ക് വ്യക്തമാവുകയും ചെയ്യും. AI ലബോറട്ടറി കമ്പനിയായ ആന്ത്രോപിക് എന്ന കമ്പനി ഫെബ്രുവരി 4 ക്ലൗഡ് കോവർക്ക് എന്ന പേരിൽ 11 ഓട്ടോണോമസ് AI ഏജൻറ്റുകളെ ലോഞ്ച് ചെയ്തിരുന്നു. ഈ AI ഏജൻറ്റുകളുടെ ലോഞ്ചിന് ശേഷമാണ് മാർക്കറ്റിൽ പാനിക് സെല്ലിംഗ് വന്നത്. മുമ്പ് AI ഏജൻറ്റുകൾ മനുഷ്യനെ വിവിധ ജോലിയിൽ സഹായിക്കുക എന്ന പർപ്പസോടുകൂടിയായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ AI ഏജൻറ്റുകൾ മനുഷ്യ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് ഇന്ത്യൻ IT കമ്പനികളുടെ റവന്യൂ മോഡലിനെ ബ്രേക്ക് ചെയ്തേക്കുമെന്നുള്ള ആശങ്ക വന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് IT സെക്ടറിൽ പാനിക് സെല്ലിംഗ് തുടരുന്നത്. എൻഡ്-ടു-എൻഡ് सॉफ्टवेयर टेस्टिंग, कॉम्प्लेक्स लीगल कंप्लायंस हैंडल करना, ബാക്ക് ഓഫീസ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക തുടങ്ങിയ മനുഷ്യൻ്റെ സഹായത്തോടുകൂടി IT കമ്പനികൾ നൽകി വന്നിരുന്ന പല സർവീസുകളും ഇനി മുതൽ ആന്ത്രോപിക് എന്ന കമ്പനി ലോഞ്ച് ചെയ്ത AI ഏജൻറ്റുകൾക്ക് ചെയ്യാൻ സാധ്യമായേക്കും. ഇത് ഇന്ത്യൻ IT സർവീസ് സെക്ടറിനെ പ്രതികൂലമായി ബാധിക്കാനും അവിടെ ഒരു റവന്യൂ സ്റ്റാഗ്നൻസ് വരാനുമുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ IT കമ്പനികൾ BFSI സെക്ടറിലാണ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. BFSI സെക്ടറിൽ തന്നെ വിവിധ ഫിനാൻഷ്യൽ സൊല്യൂഷൻസും വിവിധ IT എയ്ഡ് ആൻഡ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഹ്യൂമൻസിൻ്റെ സഹായത്തോടുകൂടി നൽകുന്ന ഒരു ബിസിനസ് മോഡലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ ലേബർ ആർബിട്രേജ് ബിസിനസ് മോഡൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ലേബർ ആർബിട്രേജ് ബിസിനസ് മോഡലിനെ തന്നെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിരിക്കുന്ന AI ഏജൻറ്റുകളാണ് ഇപ്പോൾ IT സെക്ടറിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 50 കമ്പ്യൂട്ടർ എഞ്ചിനീയർ ചെയ്തിരുന്ന വർക്ക് ഇനി ഒരൊറ്റ AI ഏജൻറ്റിന് ചെയ്യാൻ സാധിച്ചേക്കും. ഇത് ഇന്ത്യൻ IT കമ്പനികളുടെ ബില്ലിംഗ് മോഡലിനെ അല്ലെങ്കിൽ റവന്യൂ മോഡലിനെ ഒബ്സലേറ്റ് ചെയ്തേക്കും, കാലഹരണപ്പെടുത്തിയേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റിൽ പ്രകടമാണ്. ഫെബ്രുവരി 4 IT ഇൻഡെക്സ് തന്നെ 7% ഇടിഞ്ഞിരുന്നു. 2020 കോവിഡ് പാനിക് സെല്ലിങ്ങിന് ശേഷമുള്ള ഏറ്റവും വലിയ സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റ് നേരിട്ടത്. കൂടാതെ അന്നത്തെ വിവിധ IT കമ്പനികളുടെ പെർഫോമൻസ് നോക്കിയാൽ ഇൻഫോസിസ് ഫെബ്രുവരി 4 8.23% ഇടിയുകയും LTIMindtree 7.6%, TCS 6.5%, വിപ്രോ 6.70%, HCL ടെക് 4.58% ഇടിഞ്ഞു. കൂടാതെ ഫെബ്രുവരി മാസത്തെ ഇതുവരെയുള്ള പ്രമുഖ IT കമ്പനികളുടെ പെർഫോമൻസ് നോക്കിയാൽ ഇൻഫോസിസ് 18% ഇടിഞ്ഞു, LTIMindtree 20%, TCS 14%, വിപ്രോ 17%, HCL ടെക് 12.4% ഇടിഞ്ഞു. IT ഇൻഡെക്സ് തന്നെ 20% ഇടിയുകയും ബിയർ മാർക്കറ്റ് സോണിലേക്ക് IT ഇൻഡെക്സ് എത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ IT ഇൻഡെക്സിൽ തന്നെ ഒരു ടെർമിനൽ റീറേറ്റിംഗ് നടക്കുകയാണെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതായത് ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റ് IT സെക്ടറിനും IT ഇൻഡെക്സിനും നൽകിയിരുന്ന പ്രീമിയം വാല്യുവേഷൻ ഇനി മുതൽ നൽകാൻ സാധ്യതയില്ല. ആന്ത്രോപിക്കിൻ്റെ ലോഞ്ചിന് മുമ്പ് ഇന്ത്യൻ ITയുടെ വാല്യുവേഷൻ 29 അതിപ്പോൾ 23 എത്തിയിട്ടുണ്ട്. വരും സമയങ്ങളിലും ഈ 23 തുടരാനാണ് സാധ്യത എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. വരും സമയങ്ങളിൽ മനുഷ്യൻ്റെ ഇൻ്റർഫറൻസ് കുറയാനും AI ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ AI ഏജൻറ്റ് പാക്കേജുകൾ വരാനും സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ കമ്പനികളുടെ നിലവിലുള്ള ബിസിനസ് മോഡലിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഈ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ആന്ത്രോപിക് ഷോക്ക് ഇന്ത്യൻ IT സെക്ടറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ITയുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഇൻഡസ്ട്രികളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിലുള്ള ഏറ്റവും മികച്ച ഉദാഹരണം നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് ആണ്. റിയാലിറ്റി ഇൻഡെക്സ് 4% ഇടിഞ്ഞിട്ടുണ്ട്. റിയാലിറ്റി ഇൻഡെക്സ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി IT കമ്പനികൾക്ക് ഇനി പ്രമുഖ നഗരങ്ങളിൽ കൂടുതൽ ഓഫീസുകൾ അക്വയർ ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ഇത് കൊമേഴ്സ്യൽ ഓഫീസ് സ്പേസിൻ്റെ ഡിമാൻഡ് കുറയുന്നതിന് പിന്നിലെ കാരണമായേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് റിയാലിറ്റി ഇൻഡെക്സിൽ ഇടിവ് വരികയും
ടെക് പാർക്കുകൾ, അർബൻ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ഏരിയകളിലൊക്കെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്നത്. ഇനി വിവിധ ബ്രോക്കേജ് ഏജൻസികളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജെഫ്രീസ്, ഗോൾഡ്മാൻ സാൻസ് തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ഐ ടി കമ്പനികളിൽ റവന്യൂ ഗ്രോത്ത് വരാനുള്ള സാധ്യത കുറയും, കൂടാതെ റവന്യൂ സ്റ്റാഗ്നൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്പനികൾക്ക് അണ്ടർ വെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് ജെഫ്രീസും ഗോൾഡ്മാൻ സാൻസും നൽകിയിരിക്കുന്നത്. അതേസമയം JP മോർഗൻ കൂടാതെ മറ്റു ചില ഡൊമസ്റ്റിക് ബ്രോക്കേജ് ഏജൻസികൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിച്ചാൽ പറയുന്നത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെയും ഇന്ത്യൻ ഐ ടി കമ്പനികൾ അഭിമുഖീകരിക്കുകയും തരണം ചെയ്യുകയും ചെയ്യുമെന്നാണ്. മുമ്പും ക്ലൗഡ് മെയിൻ ഫ്രെയിമുമായി ബന്ധപ്പെട്ട പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെയൊക്കെ ഇന്ത്യൻ കമ്പനികൾ സർവൈവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 21% ക്രാഷിൽ ഇന്ത്യൻ IT ഇൻഡെക്സ് ലഭിക്കുന്നതിനെ ഒരു ഡീപ്പ് വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ചില ബ്രോക്കേജ് ഏജൻസികൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട സർവീസുകൾ സെൽ ചെയ്യുന്ന IT സെക്ടറിലെ സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേബർ ആർബിട്രേജ് മോഡൽ ഫോളോ ചെയ്യുന്ന IT കമ്പനികളെക്കാളും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസുകൾ സെൽ ചെയ്യുന്ന IT കമ്പനികളിൽ വേണം ഫോക്കസ് ചെയ്യാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.